കെറോസിൻ, പെട്രോൾ തുടങ്ങിയ ലിക്വിഡ്സ് തറയിൽ ഒഴിക്കുകയാണ് എങ്കിൽ അത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ സ്പീഡിൽ ഒഴുകുന്നു. എന്നാൽ ഗ്ലിസറിൻ, ഹണി തുടങ്ങിയ ലിക്വിഡ്സ് ആണ് എങ്കിൽ അത് വളരെ സാവധാനം മാത്രമേ സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഒഴുകുന്നുള്ളൂ. ഇങ്ങനെ ഒഴുകാതിരിക്കാൻ പ്രവണതയുള്ള ലിക്വിഡ്സിനെ വിസ്കസ് ലിക്വിഡ്സ് എന്നാണ് പറയുന്നത്. ഒരു ലിക്വിഡ് ഒഴുകുമ്പോൾ അത് സർഫസുമായി കോണ്ടാക്റ്റിലുള്ള ആ ലെയർ ഓൾമോസ്റ്റ് സ്റ്റേഷനറി ആയിരിക്കും, അല്ലെങ്കിൽ അത് വളരെ സാവധാനം മാത്രം ഒഴുകുന്നു. എന്നാൽ അതിൻ്റെ തൊട്ടു മുകളിലുള്ള ലെയർ അല്പം കൂടി സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അതിനു മുകളിലുള്ള ലെയർ അല്പം കൂടി സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ലിക്വിഡിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ് മൂവ് ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള ആ ഇൻറ്റേർണൽ ഫ്രിക്ഷൻ കാരണം അതിന് ഒഴുകാതിരിക്കാനുള്ള പ്രവണതയുണ്ട്. ആ ഒഴുകാതിരിക്കാനുള്ള ആ പ്രവണതയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. നമുക്കിന്ന് ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടിയായി പഠിക്കാനുള്ളത് വിസ്കോസിറ്റിയാണ്. ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ ഡ്യൂ ടു ദ ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഈസ് കോൾഡ് വിസ്കോസിറ്റി. ലിക്വിഡ്സിന് ഒഴുകാതിരിക്കാനുള്ള ആ പ്രവണതയാണ് വിസ്കോസിറ്റി എന്ന് അറിയപ്പെടുന്നത്. വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ്സിന് എക്സാമ്പിളാണ് ഹണി, ഗ്ലിസറിൻ, കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണ തുടങ്ങിയവ. വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ്സിൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് വളരെ സ്ട്രോങ് ആയിരിക്കും. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് സ്ട്രോങ് ആയതുകൊണ്ടാണ് അതിന് ഒഴുകാതിരിക്കാനുള്ള പ്രവണത ഉണ്ടാകുന്നത്. ഗ്ലിസറിൻ, അതുപോലെ ഹണി, അവയിലെല്ലാം ഹൈഡ്രജൻ ബോണ്ടിങ് വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് അതിന് ഒഴുകാതിരിക്കാനുള്ള ആ ടെൻഡൻസി ഉള്ളത്. അതേസമയം വിസ്കോസിറ്റി കുറഞ്ഞ പെട്രോൾ, കെറോസിൻ തുടങ്ങിയ ലിക്വിഡ്സിൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വീക്കായിരിക്കും. ഒരു ലിക്വിഡിനെ ഹീറ്റ് ചെയ്താൽ അതിലെ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യും. അതിനാൽ വിസ്കോസിറ്റി കുറയുന്നു. ഒരു ലിക്വിഡിനെ ഹീറ്റ് ചെയ്താൽ അതിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു. അതിന് കാരണം മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി കൂടുന്നു. അതിനാൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നത് കൊണ്ടാണ്. വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. നമുക്ക് ഗ്ലാസ് പരിചയമുണ്ട്. അതൊരു സോളിഡാണ്. പക്ഷേ ഗ്ലാസിനെ ഒരു പെർഫെക്റ്റ് സോളിഡായി പരിഗണിക്കാറില്ല. അതൊരു ഹൈലി വിസ്കസ് ലിക്വിഡായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഗ്ലാസിന് വളരെ വളരെ സാവധാനം താഴേക്ക് ഒഴുകാനുള്ള ടെൻഡൻസി ഉണ്ട്. ഓൾഡൻ ബിൽഡിങ്സിൻ്റെ വിൻഡോ പെയിൻസ് അഥവാ ജനൽ പാളികൾ അതിൻ്റെ ബോട്ടം പോർഷൻ ടോപ്പിനെ അപേക്ഷിച്ച് അല്പം തിക്കറായിരിക്കും. അതിന് കാരണം അതൊരു ഹൈലി വിസ്കസ് ലിക്വിഡ് ആയതുകൊണ്ട് വളരെ സാവധാനം മുകളിലുള്ള ലെയേഴ്സ് താഴേക്ക് ഒഴുകുന്നു എന്നതാണ്. ഗ്യാസസിൻ്റെ കൈനറ്റിക് മോളിക്കുലാർ തിയറിയിലെ പോസ്റ്റ്ലേസ് നമ്മൾ പഠിച്ചിരുന്നു. ആ പോസ്റ്റ്ലേസ് പ്രകാരം ഒരു ഗ്യാസ് സാമ്പിളിലെ എല്ലാ മോളിക്യൂൾസും കോൺസ്റ്റൻറ്റ് ആൻഡ് റാൻഡം മോഷനിലായിരിക്കും. ദേ മൂവ് ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഡിഫറെൻറ്റ് ഗ്യാസ് മോളിക്യൂൾസ് ഹാവ് ഡിഫറെൻറ്റ് സ്പീഡ്സ് ആൻഡ് ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജീസ്. അതായത് ഒരു ഗ്യാസ് സാമ്പിൾ എടുക്കുമ്പോൾ അതിലെ മോളിക്യൂൾസ് എല്ലായ്പ്പോഴും കോൺസ്റ്റൻറ്റ് മോഷനിലായിരിക്കും. അത് സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഗ്യാസ് മോളിക്യൂൾസിന് ഡിഫറെൻറ്റ് സ്പീഡും അതുകൊണ്ട് ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജീസും ആയിരിക്കും. ഇങ്ങനെ ഗ്യാസസിൻ്റെ സ്പീഡ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയത് മാക്സ്വെൽ ആൻഡ് ബോൾസ്മാൻ എന്നീ സയൻറ്റിസ്റ്റാണ്. അവരുടെ സ്പീഡുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫിനെയാണ് മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പീഡ്സ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. ഒരു ഗ്യാസ് സാമ്പിളിലെ ഡിഫറെൻറ്റ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സ്പീഡാണ് എഴുതിയിരിക്കുന്നത് എന്ന് കരുതുക. 1 meter per second, 2 meter per second, 3 meter per second, 4, 5, 6, 7, 8, 9 meter per second എന്നിങ്ങനെയാണ്
അവയുടെ സ്പീഡ് എന്ന് പരിഗണിക്കുക. നമുക്ക് കാണാൻ സാധിക്കും വളരെ കുറഞ്ഞ സ്പീഡുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതേപോലെ വളരെ കൂടിയ സ്പീഡുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എണ്ണവും കുറവായിരിക്കും. സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് വേഴ്സസ് സ്പീഡ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണ് എന്ന് കരുതുക. നമുക്കറിയാം വളരെ കുറഞ്ഞ സ്പീഡുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എണ്ണം കുറവായിരിക്കും. അതേപോലെ വളരെ കൂടിയ സ്പീഡുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എണ്ണവും കുറവാണ്. അതേസമയം 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 എന്ന സ്പീഡുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുതലാണ്. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണ് എങ്കിൽ വളരെ കുറഞ്ഞ സ്പീഡുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കുറവാണ്. അതേസമയം 5, 6 തുടങ്ങിയ സ്പീഡുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുതലുമാണ്. ഇതേ രീതിയിൽ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് വേഴ്സസ് സ്പീഡ് ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന സ്പീഡാണ് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസിനുള്ളത്. അങ്ങനെ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഉള്ള ആ സ്പീഡിനെ വിളിക്കുന്നത് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്നാണ്. UMP. The speed possessed by maximum number of molecules is called most probable speed. മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഏത് സ്പീഡാണോ ഉള്ളത് അതിനെയാണ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് മാർക്ക് ചെയ്യാൻ സാധിക്കും. മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഈ സ്പീഡാണുള്ളത്. സോ ഇവിടെ 5 മീറ്റർ പെർ സെക്കൻഡ് എന്നതാണ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. സോ ദ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഉള്ള സ്പീഡിനെയാണ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും മോളിക്യൂൾസിൻ്റെ സ്പീഡ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന ടേമിന് പകരം അവയുടെ ആവറേജ് സ്പീഡ് എന്ന ടേം കൂടി പരിഗണിക്കാറുണ്ട്. ആവറേജ് സ്പീഡ് ആവറേജ് സ്പീഡ് എന്നാൽ ഇവയുടെ എല്ലാം സ്പീഡിൻ്റെ ആവറേജ്. മോളിക്യൂൾസിൻ്റെ സ്പീഡ് U1, U2, U3 എന്നിങ്ങനെ ആണ് എന്ന് കരുതുക. സോ ആവറേജ് സ്പീഡ് U ആവറേജ് ഈസ് ഈക്വൽ ടു U1 പ്ലസ് U2 പ്ലസ് U3 പ്ലസ് എക്സെട്ര അപ് ടു UN ഡിവൈഡഡ് ബൈ N ആയിരിക്കും. ഇങ്ങനെ മോളിക്യൂൾസിൻ്റെ ആ സ്പീഡിൻ്റെ ആവറേജിനെയാണ് U ആവറേജ് അഥവാ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് പറയാനായി വേറൊരു രീതിയും യൂസ് ചെയ്യാറുണ്ട്, റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്. URMS റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് എന്നാൽ ഇവിടെ ഇറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദ സ്പീഡ്സ് ഓഫ് മോളിക്യൂൾസ്. അതായത് മോളിക്യൂൾസിൻ്റെ സ്പീഡ്സിൻ്റെ സ്ക്വയർ കാണുന്നു, എന്നിട്ട് അതിൻ്റെ മീൻ എടുക്കുന്നു, അതിനുശേഷമുള്ള സ്ക്വയർ റൂട്ടിനെയാണ് റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് അഥവാ URMS എന്ന് പറയുന്നത്. നമുക്ക് മാത്തമാറ്റിക്കലായി എഴുതാൻ സാധിക്കും URMS ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് U1 സ്ക്വയർ പ്ലസ് U2 സ്ക്വയർ പ്ലസ് U3 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു UN സ്ക്വയർ ഡിവൈഡഡ് ബൈ N. അതായത് ഓരോ മോളിക്യൂളിൻ്റെയും സ്പീഡിൻ്റെ സ്ക്വയർ എടുക്കുന്നു, അതിൻ്റെ മീൻ കാണുന്നു, അതിനുശേഷം അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നതിനെയാണ് URMS അഥവാ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് എന്ന് പറയുന്നത്. മൂന്ന് ടേമിൻ്റെയും മീനിങ് മനസ്സിലാക്കിയിരിക്കണം. മോസ്റ്റ് പ്രോബബിൾ എന്നാൽ
മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഉള്ള സ്പീഡിനെയാണ് യു മോസ്റ്റ് പ്രോബിൾ എന്ന് പറയുന്നത്. യു ആവറേജ്, യു ആർ എം എസ് എന്നിവ മാത്തമാറ്റിക്കലായി ഡിഫൈൻ ചെയ്യാൻ അറിഞ്ഞാലും മതി. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ യു മോസ്റ്റ് പ്രോബിൾ, യു ആവറേജ്, യു ആർ എം എസ് ഇവ തമ്മിലുള്ള റേഷ്യോ ഒരു ഫിക്സ്ഡ് ആയിരിക്കും. യു മോസ്റ്റ് പ്രോബിൾ ഈസ് ടു യു ആവറേജ് ഈസ് ടു യു ആർ എം എസ് എന്നത് 1:1.12 ഈസ് ടു 1.22 എന്ന റേഷ്യോയിലായിരിക്കും. നമുക്ക് ഈ ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇതാണ് യു മോസ്റ്റ് പ്രോബിൾ സ്പീഡ് എങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തായിരിക്കും യു ആവറേജ്, അതിനെയും അപ്പുറത്തായിരിക്കും യു ആർ എം എസ്. കൈനറ്റിക് മോളിക്കുലാർ തിയറി പ്രകാരം നമ്മൾ കണ്ടിരുന്നു, ടെമ്പറേച്ചർ കൂടിയാൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സ്പീഡ് കൂടുന്നു. ടെമ്പറേച്ചർ കൂടിയാൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സ്പീഡ് കൂടും, അതുകൊണ്ട് കൈനറ്റിക് എനർജിയും ഇൻക്രീസ് ചെയ്യും. നമ്മൾ അല്പം ഉയർന്ന ടെമ്പറേച്ചറിലാണ് മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുന്നതെന്ന് കരുതുക. ടെമ്പറേച്ചർ കൂടുന്തോറും എല്ലാ മോളിക്യൂൾസിൻ്റെയും സ്പീഡ് കൂടും. സോ ഈ ഗ്രാഫ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യത്തേത് 273 കെൽവിൻ ടെമ്പറേച്ചറിലുള്ള ഗ്രാഫ് ആയിരുന്നു എന്ന് കരുതുക. അടുത്തതായി സ്പീഡ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എല്ലാ മോളിക്യൂൾസിൻ്റെയും സ്പീഡ് കൂടും. അതായത് ആ ഗ്രാഫ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ബ്രോഡൻ ചെയ്യും. ഇതായിരിക്കാം 373 കെൽവിനിലുള്ള ഗ്രാഫ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എല്ലാ മോളിക്യൂൾസിൻ്റെയും സ്പീഡ് കൂടി ആ ഗ്രാഫ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. നമുക്കിവിടെ നിന്ന് ചോദ്യം വരാറുണ്ട്, ഗ്രാഫ് തന്നിട്ട് ഇറ്റ് ഈസ് T1 എന്ന ടെമ്പറേച്ചർ, ഇറ്റ് ഈസ് T2, ഏതാണ് ഉയർന്ന ടെമ്പറേച്ചറിലെ ഗ്രാഫ് എന്ന ചോദ്യമാണ് വരുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കണം, ടെമ്പറേച്ചർ കൂടിയാൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സ്പീഡ് കൂടും. ഇങ്ങോട്ടേക്കാണ് സ്പീഡ് കൂടുന്നത്. സോ ഗ്രാഫ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ T2 ആണ് T1നേക്കാൾ ഉയർന്ന ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഡിഫറെൻറ്റ് ഗ്യാസ് സാമ്പിൾസിൻ്റെ സ്പീഡ് പരിഗണിക്കുകയാണ് എങ്കിൽ എല്ലായ്പ്പോഴും മോളാർ മാസ് കുറഞ്ഞ ഗ്യാസിനായിരിക്കും സ്പീഡ് കൂടുതൽ. അതേസമയം മോളാർ മാസ് കൂടിയ ഗ്യാസ് സാമ്പിളിന് സ്പീഡ് കുറവായിരിക്കും. നമുക്കറിയാം ഹൈഡ്രജനാണ് മോളാർ മാസ് ഏറ്റവും കുറവ്. സോ ഗിവൺ ടെമ്പറേച്ചറിൽ ഹൈഡ്രജൻ ആയിരിക്കും ഏറ്റവും ഉയർന്ന സ്പീഡിൽ മൂവ് ചെയ്യുന്നത്. നമ്മൾ രണ്ട് ഡിഫറെൻ്റ് ഗ്യാസ് സാമ്പിൾസ് എടുക്കുന്നു എന്ന് കരുതുക, Cl2 ആൻഡ് N2. നമുക്കറിയാം ക്ലോറിൻ അറ്റോമിക് മാസ് 35.5 ആണ്. സോ Cl2വിൻ്റെ മോളാർ മാസ് 71 ഗ്രാം പെർ മോളാണ്. നൈട്രജൻ അറ്റോമിക് മാസ് 14 ആണ്. സോ N2 28 ഗ്രാം പെർ മോളായിരിക്കും. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഈ രണ്ട് ഗ്യാസിൻ്റെയും സ്പീഡ് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ മോളാർ മാസ് കുറഞ്ഞ നൈട്രജൻ ആയിരിക്കും ഉയർന്ന സ്പീഡുള്ളത്. അതേസമയം മോളാർ മാസ് കൂടിയ ക്ലോറിന് കുറഞ്ഞ സ്പീഡായിരിക്കും. ഇതാണ് ക്ലോറിൻ ഗ്യാസിൻ്റെ സ്പീഡ് കാണിക്കുന്ന മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പരിഗണിക്കുക. അതേസമയം മോളാർ മാസ് കുറഞ്ഞ നൈട്രജൻ ഗ്യാസിന് ഇതിലും സ്പീഡ് കൂടുതലായിരിക്കും. ഗ്രാഫ് വലത്തോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. മോളാർ മാസ് കുറഞ്ഞ നൈട്രജന് ക്ലോറിനേക്കാൾ ഉയർന്ന സ്പീഡ് ഉണ്ടായിരിക്കും.